പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. എന്നാൽ ഒരുപാട് മഹത്വങ്ങൾ അടങ്ങിയ സൂറത്തുമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇത് ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗത്തിലേക്ക് സമമാണ്. കാരണം ഖുർആനിൽ അള്ളാഹുവിന്റെ തൗഹീദിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടും, അതുപോലെ വിധികൾ ചർച്ച ചെയ്യപ്പെടും, മൂന്നാമതായി ചരിത്രങ്ങൾ. ഈ മൂന്നിൽ ഒരു ഭാഗമാണ് തൗഹീദ്. ഈ തൗഹീദിന്റെ പൂർണ്ണമായ വിഷയം ഈ സൂറത്തിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗമായി ഇതിനെ കണക്കാക്കപ്പെടും. മാത്രവുമല്ല, ഈ സൂറത്ത് ഓതിയാൽ തന്നെ മൂന്നിൽ ഒരു ഭാഗം ഓതിയതുപോലെയാണ്. ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, അയഅജിസു അഹദുകും അൻ യഖറഅ കുല്ല ലൈലത്തിൻ സുലുസൽ ഖുർആൻ? നിങ്ങളിൽ ആർക്കെങ്കിലും രാത്രിയിൽ ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം, അതായത് 10 ജുസു ഓതാൻ സാധിക്കുകയില്ലേ? അപ്പോ എല്ലാ രാത്രിയും 10 ജുസു ഓതണമെങ്കിൽ അധ്വാനമുണ്ട്. ഇപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അതെങ്ങനെ എല്ലാവർക്കും സാധിക്കും നബിയെ? തങ്ങൾ പറഞ്ഞു, ബലാ സാധിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ്, നിങ്ങൾ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു പ്രാവശ്യം ഓതിയാൽ മതി. ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിയതുപോലെയാണ്. നോക്കൂ, ഈ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ഓതിയാലോ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മററാത്തിൻ ബഅദൽ ഫജ്ർ ലം യൽഹഖ് ബിഹി ദാലിക അൽ-യൗം ദംഫുൻ വലൗ ജഹദ അശ്-ശൈത്താൻ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഒരാൾ 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ അന്നത്തെ ദിവസത്തിൽ അവനിൽ നിന്ന് തെറ്റ് സംഭവിക്കുകയില്ല, ദോഷം വരികയില്ല, ശൈത്താൻ അധ്വാനിച്ചാലും തന്നെ. അപ്പൊ സുബ്ഹി നിസ്കരിച്ചിട്ട് ഒരാൾ 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ശൈത്താനിക്ക് പോലും അവനെ തോൽപ്പിക്കാൻ സാധ്യമല്ല, തെറ്റുകളിൽ നിന്ന് അവൻ മുക്തനാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 10 പ്രാവശ്യം ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ അവനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു ബിൽഡിംഗ് അല്ലാഹു തആല ഉണ്ടാക്കും. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മററാത്തിൻ ബുനിയ ലഹു ബിഹാ ഖസ്റുൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഒരു ബിൽഡിംഗ് സ്വന്തമായിട്ട് നമുക്കുണ്ടാകും. നിങ്ങൾ നോക്കൂ, ദുനിയാവില് നമുക്ക് നമ്മുടെ വീട് കാണുമ്പോൾ എത്ര സന്തോഷം. ഞാൻ പറയുന്നില്ല, ഇത് എന്റെ പോലെ അല്ലെ? എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ടെങ്കിലോ, അയാളൊരു ഫ്ലാറ്റ്, ഇയാളെ ബിൽഡിംഗ്, എത്ര സന്തോഷത്തിൽ പറയുന്നു. പക്ഷേ സ്വർഗത്തിൽ നമുക്കൊരു ബിൽഡിംഗ് വേണ്ടി സ്വന്തമായിട്ട് നമുക്കൊരു കെട്ടിടം സ്വർഗത്തിൽ വേണോ എങ്കിൽ ദിവസവും 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. നിർത്തിയില്ല, എന്നിട്ട് പറഞ്ഞു, ഒരാൾ 20 പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിൽ 2 ബിൽഡിംഗ് അവനിക്ക് നിർമ്മിക്കപ്പെടുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, 30 പ്രാവശ്യം ഓതിയാലോ അവനിക്ക് 3 ബിൽഡിംഗ് 30 പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിലുണ്ടാകും. ഇങ്ങനെ പറയുമ്പോ ഉമർ റളിയല്ലാഹു സന്തോഷത്തോടെ ചോദിച്ചു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇദൻ ലതുക്സിറന്ന ഉസൂറന, ഞങ്ങൾ ബിൽഡിംഗ് ഇനിയും അധികരിപ്പിക്കാമോ സ്വർഗത്തിൽ? എന്ത് അധികരിപ്പിക്കാതെ? സ്വർഗം എന്ത്? ആകാശ ഭൂമിയുടെ വിശാലതയുള്ളതാണ് സ്വർഗം. സ്വർഗത്തിന് ചെറിയൊരു പോരല്ല.
അപ്പൊ ദുനിയാവിൽ എന്തൊക്കെ ബിൽഡിങ്ങുകളുണ്ട്, എത്ര തട്ടിന്റെ ബിൽഡിംഗ്, എത്ര ബിൽഡിംഗ് ഉണ്ട്, എത്ര കോടിക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്നു. ഇതിനേക്കാളും അപ്പുറമാണ് സ്വർഗം. അതുകൊണ്ട് സ്വർഗത്തിൽ എത്രയും ബിൽഡിംഗ് ഒരാൾക്ക് ഉണ്ടാവാം. എന്നിട്ട് പറഞ്ഞു അല്ലാഹു ഔസഉ മിൻ ദാലിക, എത്ര അതിനേക്കാൾ കൂടുതൽ തരാൻ അള്ളാഹ്ക്ക് സാധ്യമുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ സ്വർഗത്തിൽ സ്ഥലമില്ലാതാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും സൂറത്ത് ഓതിട്ട് എന്താ ബിൽഡിംഗ് നേടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നൊക്കെ ഒരാൾ ഒരു നിസ്കാരത്തിൽ ഇമാമത്ത് നിന്നിട്ട് സൂറത്തിന്റെ ഇടയ്ക്ക് സൂറത്ത് കഴിഞ്ഞിട്ട് എല്ലാ നിസ്കാരത്തിലും എല്ലാ ആദ്യത്തെ സൂറത്ത് ഓതേണ്ട ഇടയ്ക്ക് സൂറത്ത് ഓതും ഇമാം. കംപ്ലൈന്റ് പോയി, ഇയാൾ ഒരു പുതിയത് ഉണ്ടായിട്ട് സൂറത്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ. അപ്പോ തങ്ങൾ ചോദിച്ചത് ഇത് അദ്ദേഹം പറഞ്ഞ എന്തറിയോ, ഇന്നി ഒഹിബ്ബുഹു, ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആ സൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടും നബിയെ, അതുകൊണ്ടാണ് ഞാൻ ആ സൂറത്തിനെ ആവർത്തിക്കുന്നത്. യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബു ഹാദിഹി സൂറ ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്ത് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിന്റെ സൂറത്തല്ലേ, അതുകൊണ്ട് ഞാൻ അത് ആവർത്തിച്ചു വന്നു. നബി പറഞ്ഞു ഹുബ്ബുക ഇയ്യാ അദ്ഖലകൽ ജന്ന, നിന്റെ ആ മഹബ്ബത്ത്, ആ സൂറത്തിനോടുള്ള സ്നേഹം നിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു സ്വർഗ്ഗമുണ്ട്. അതുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഇന്നലെ ഒരാൾ വന്നുകൊണ്ട് നബിയോട് പറയും, എനിക്കൊരു ചങ്ങായിയുണ്ട്, അയാൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഭയങ്കര വല്ലാതെ ഇഷ്ടമാണ്, അയാൾക്ക് ഇഷ്ടപ്പെട്ടു പോയി നബിയെ. നബി തങ്ങൾ പറഞ്ഞു ബശ്ശിർ അഖാക ബിൽ ജന്ന, എന്നാൽ അദ്ദേഹത്തിന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക, സ്വർഗ്ഗമുണ്ടെന്ന്. അയാൾക്ക് സൂറത്ത് ഇഷ്ടപ്പെട്ടുവല്ലോ, അയാൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് നോക്കൂ, ഒരു സംഭവം അന്നഹു ശകാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖർ വദീഖൽ മആശി. സഅദ് സഈദി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് നബി തങ്ങളോട് സങ്കടം പറയുന്നു. നബിയെ, സഅദ് സഈദി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ ഒരു സ്വഹാബി വന്നുകൊണ്ട് നബി തങ്ങളോട് സങ്കടം പറയുകയാണ്. എന്ത്? നബിയെ, എനിക്ക് ഭയങ്കരമായി ദാരിദ്ര്യമുണ്ട്, കുടുസായ ജീവിതമാണ്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നബിയെ, എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, നോക്കൂ, ഇദാ ദഖൽത ബൈതക ഫസല്ലിം അലാ മൻ കാന ഫീഹി അഹദ്, നീ വീട്ടിലേക്ക് കടന്നാൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ആദ്യം പോയി സലാം പറയണം. എന്നിട്ടോ ഫസല്ലിം അലൈഹി വഇല്ലം യകുൻ ഫീഹി അഹദ് ഫസല്ലിം അലയ്യ, ഇനി വീട്ടിൽ കടക്കുമ്പോൾ ആരില്ല, നീ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താക്കണം? എന്റെ മേൽ സലാം പറയുക. എങ്ങനെ എന്റെ മേൽ സലാം പറയുക? നബി തങ്ങൾ സലാം പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്തഹിയ്യാത്ത് പറയുന്നില്ല, അത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, എന്റെ മേൽ സലാം പറയുക. എന്നിട്ടോ വഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മർറ, നീ ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ മതി. അപ്പൊ വീട്ടിലേക്ക് എപ്പോ കടക്കുമ്പോൾ ഒരു അസ്സലാമു അലൈക്കും ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാൽ മതി. ഫഫഅല, അങ്ങനെ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. ഡെയിലി വീട്ടിലേക്ക് പോകുമ്പോൾ അസ്സലാമു അലൈക്കും ഖുൽ ഹുവല്ലാഹു സൂറത്ത്. അങ്ങനെ എന്തായോ ഫഖതുറ അലൈഹി റിസ്ഖു, അയാൾക്ക് റിസ്ഖ് ധാരാളം വർദ്ധിച്ചു വന്നു. അയാൾ ദാരിദ്ര്യമെല്ലാം പോയി, സമ്പത്ത് വർദ്ധിച്ചു. അങ്ങനെ എത്രത്തോളം അയാൾക്ക് മാത്രമല്ല, അയാൾ അയൽവാസിക്ക് കൂടി സമ്പത്ത് വർദ്ധിച്ചു. നിരക്കാർക്കും ഇയാളെ ബർക്കത്ത് കൊണ്ടെന്തായി? ധാരാളം സമ്പത്ത്, റിസ്ക് വിശാലമായി പോയി. അതുകൊണ്ട് നാം വീട്ടിലേക്ക്, ഇനി ഒരാള് ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ അയാളെ റൂമിലുള്ളത് അപ്പൊ ഞാൻ പുറത്തു പോകുന്നില്ലല്ലോ, റൂമിലേക്ക് പോകുമ്പോൾ എന്താക്കാം? എപ്പോ പോകാം, എന്നാൽ റിസ്ക് വിശാലമായി കിട്ടും. ഇത് നോക്കൂ, ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിലേക്ക് പറയും. ഒരാൾ എന്താക്കി? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എന്താക്കി? പതിവായി. സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഫീ മറദിഹി അല്ലദീ യമൂതു ഫീഹി, ഒരാൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ, മരണത്തിനോടുള്ള അടുത്ത രോഗമാണ്, അയാൾ മരിക്കുന്നു,
അങ്ങനത്തെ രോഗം എങ്കിൽ ആ രോഗം ഉണ്ടാകുമ്പോൾ അയാൾ എന്താക്കി സൂറത്ത് ഓതിയാൽ അവന്റെ ഖബറിൽ ഫിത്നയാക്കപ്പെടുകയില്ല. ഖബറിന്റെ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടും. ഖബറിന്റെ ആ കുടിസിൽ നിന്ന് അവനെ ഖബറിലേക്ക് മനുഷ്യനെ വെച്ചാൽ മയ്യത്ത് വെച്ചെന്താവും, രണ്ട് ഭാഗം ഒന്ന് ചേർന്ന് അവന്റെ വാരിയലുകൾ കൂടുന്നത് വരെ എന്താക്കുന്നവരെ ഒന്ന് പിടിക്കും. അതെല്ലാവർക്കും ഖബറിന്റെ ഒരു പിടുത്തം. ആ പിടുത്തത്തിൽ നിന്ന് അവനിക്ക് വിശോധി ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല മൂന്നാമതായി പറയുന്നു وحملته الملائكة يوم القيامة بأجنحتها حتى يجيزوه على الصراط إلى الجنة. അവനിക്ക് ഖബറിന്റെ ഫിത്നയിൽ നിന്ന് എന്താവും, രക്ഷയുണ്ടാകും. അതുപോലെ അവന്റെ കുടിസിൽ രക്ഷയുണ്ടാകും. എന്നിട്ടോ അന്ത്യനാളിൽ മലായികത്ത് ആ മലക്കുകൾക്കുള്ള ചിറകുകളെ കൊണ്ട് അവനെ കൊണ്ടുപോകും സിറാത്ത് പാലത്തിലൂടെ, എന്നിട്ട് സ്വർഗത്തിലേക്ക് കടത്തിവിടും. ഈ മരണത്തിന്റെ വേളയിൽ സൂറത്ത് പതിവാക്കിയവനെ ഒരുപാട് മഹത്വങ്ങളും ഈ സൂറത്തുൽ ഇഖ്ലാസിലേക്കുണ്ട്. നാം എന്ത് ചെയ്യണം? ഇത് പതിവാക്കി 1,00,000 സൂറത്ത് ഓതി തീർക്കണം നമ്മുടെ ജീവിതത്തിൽ. കാരണം അൽ ഇതാഖത്തുൽ കുബ്ര എന്ന് പറയപ്പെടുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസ്. 1,00,000 നമ്മുടെ സ്വന്തത്തിലേക്ക് നാം ഓതി വെക്കണം. ഇനി വരാൻ ഓതുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നാം 70,000 ദിക്ർ പറയുന്നത് മെച്ചവർക്ക് വേണ്ടി അല്ലെ, അത് അൽ ഇതാഖത്തു സുഗ്റ എന്നറിയപ്പെടുന്നു. ചെറിയ ഒരു മോചനം നരകത്തിൽ. ഇനി വലിയ മോചനമാണിത്. 1,00,000 മെച്ചായിട്ട് 1,00,000 ഹദിയാക്കിയിട്ട് അയാൾക്ക് നരകമോചനം ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കും സ്വന്തമായിട്ട് എന്താക്കണം, നാം ഓതി വെക്കണം സൂറത്ത്. അതുകൊണ്ട് ഈ റമദാൻ മാസം നാം ഉപയോഗപ്പെടുത്തുന്ന ഒരു ദിവസത്തിൽ, ഇനി നോക്കൂ, ഒരാൾ ദിവസവും 200 സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാള് സൂറത്തുൽ ഇഖ്ലാസ് 200 പ്രാവശ്യം ഡെയിലി ഓതും. എന്താവും? 200 പ്രാവശ്യം പതിവായിട്ട് ഡെയിലി അവനുണ്ടാകും. അവന് ആദത്തായിട്ട് 200 പ്രാവശ്യം അവന്റെ 200 കൊല്ലത്തെ ദോഷമുള്ള പൊറുക്കും. 200 കൊല്ലം ചെയ്യിക്കോ ഇല്ലെങ്കിലും അവന് 200 കൊല്ലം ചെയ്യിച്ചെങ്കിലും അവന്റെ ദോഷം പൊറുക്കും. ഇല്ലെങ്കിലോ അവർക്ക് അത്ര പദവി കൂടും, അത്ര കൊല്ലം ചെയ്യിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് അവർക്ക് 200 കൊല്ലത്തിന് ദോഷം പൊറുക്കാൻ കാരണമാകും ദിവസത്തിൽ 200 സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുക. അപ്പൊ നമുക്ക് എന്താ ഈസി ആയിട്ട് ഓതാം, എളുപ്പത്തിൽ. ഇത് ഖുർആൻ അറിയണമെന്നില്ല, ഖുർആൻ ഓതാൻ അറിയുന്നില്ല ഉസ്താദ് ബേജാറ് പറയുന്നവരുണ്ട്. പക്ഷെ ഓതാൻ അറിയാത്തവരുണ്ടോ? പക്ഷെ ഓതുമെന്താണ്, കുറച്ച് അക്ഷരം ശ്രദ്ധിച്ചിട്ട് നിർത്തിയിട്ട് ഓതണം. ഇങ്ങനെ ഓതുന്നല്ല. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അവിടെ നിർത്താം. ഇനി നിർത്തില്ലെങ്കിലോ ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സമദ് അവിടെ നിർത്താം. അഹദുല്ലാഹു അഹദില്ല അഹദു അവിടെ ലമ്മായി. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സമദ് അവിടെ നിർത്താം. ഇല്ലെങ്കിൽ തെറ്റും. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവിടെ ചില കുഫുവൻ അഹദ് വരെ. കുഫുവൻ ലമ്മല്ല, സുക്കൂനല്ല, ലമ്മ. കുഫുവൻ 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 അല്ല, കുഫുവൻ. അപ്പൊ അങ്ങനെ ആക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്താക്കണം, ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.